65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജനങ്ങൾക്ക് അവരുടെ ചികിത്സ, അവരുടെ ആരോഗ്യ പരിരക്ഷണം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന വയോമിത്രം പരിപാടി, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 55 വാർഡുകളിലാണ് കോർപ്പറേഷൻ ഈ പരിപാടി ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. ബാക്കി വാർഡുകളിലും കൂടി വരുന്ന ദിവസങ്ങൾ നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ ഈ വാർഡുകളിലേക്ക് അനുവദിക്കുന്ന പദ്ധതിയാണ് ആദ്യമായി ഒപ്പിട്ട ഫയൽ. സാധാരണ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ അതിന് മുൻഗണന നൽകിക്കൊണ്ടാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കൗൺസിൽ പാസ്സാക്കിയതാണ് ആ ഫയലാണ്. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. അത് ഒറ്റ വാക്കിൽ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചപ്പോൾ, ഇപ്പോൾ തൊട്ടു മുമ്പ് സത്യപ്രതിജ്ഞയുടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തുന്ന വികസിത 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റുക, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വീടും സ്ഥലവുമില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന കോർപ്പറേഷൻ്റെയും സാധ്യമാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് മുഴുവൻ പേർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം നേരത്തെ ഞങ്ങൾ പലതവണ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, മെഡിക്കൽ ടൂറിസം, സ്പിരിച്വൽ ടൂറിസം, വിഴിഞ്ഞം പോർട്ടിൻ്റെ വികസനം, IT മേഖല, ഈ 4 മേഖലയിലും ഫോക്കസ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന വർഷങ്ങളിൽ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി നമുക്ക് മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ജയിച്ചു വരുന്ന 101 കൗൺസിലർമാർ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികൾക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിയോജിപ്പിൻ്റെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരാളോടും യാതൊരു തരത്തിലുള്ള വിവേചനവും ഞങ്ങളുടെ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. അതിന് നരേന്ദ്രമോദിയാണ് മാതൃക. അദ്ദേഹത്തോട് നല്ലൊരു ഭരണ സംവിധാനം കൊണ്ടുപോകാനുള്ള പിന്തുണ ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് കാര്യങ്ങൾ പറയുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ സമയത്ത് തിരിച്ചു വിളിച്ചു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥ് GS എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ജനാധിപത്യ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച് എന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയ സഹ കൗൺസിലർമാർക്കും എൻ്റെ വിജയത്തിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർക്കും എന്നെ ഈ ഉദ്യമം ഏൽപ്പിച്ച എൻ്റെ പാർട്ടി നേതൃത്വത്തോടും എന്നെ
നവമാധ്യമങ്ങളിലൂടെ എന്നെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്ത മാധ്യമ സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മുടെ മേയർ സൂചിപ്പിച്ച പോലെ തന്നെ 101 വാർഡുകളെയും ഒന്നായി കണ്ട് ഒരുപോലെ കണ്ട് എല്ലാ വാർഡുകളും ഒരുപോലെയുള്ള വികസനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി വികസന അനന്തപുരിക്കായി ഒത്തുചേരാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മേയർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ, മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വാർഡ് കൗൺസിലർമാർ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥിന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മതനിരപേക്ഷയും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ നാട്ടിലെ പൊതുവായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശരിയായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും LDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ്.